അടിപൊളി. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ പറയാൻ പഠിക്കുന്ന നല്ലൊരു മെസ്സേജാണ് സിനിമയിലൂടെ കിട്ടിയത്. അടിപൊളി. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല പടമാണ്, അടിപൊളി പടം. സൂപ്പർ സൂപ്പർ നല്ലായിരുന്നു. ഇതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. കമൽ സാർ നേരത്തെ മൂവിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൊഡ്യൂസറിൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ലക്ഷദ്വീപുകാരനാണ്. സോ നിങ്ങളെല്ലാവരും കാണേണ്ട മൂവിയാണ്, മസ്റ്റ് വാച്ച്. ഞാൻ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൻ്റെ ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ നദിയത്ത് ഗ്രൂപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം എല്ലാ ലേഡീസും കണ്ടിരിക്കേണ്ട പടമാണ്. ദയവേത് എല്ലാവരും കാണാൻ. അടിപൊളി പടമാണ്. കമൽ സാറിൻ്റെ ഒരു അദൃശ്യ എന്താ പറഞ്ഞ ഒരു മിറാക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷെയ്ൻ ചേട്ടൻ നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. നല്ല സിനിമ, നല്ല മെസ്സേജുള്ള സിനിമ. സൂപ്പർ സിനിമ, അടിപൊളി സിനിമ, സൂപ്പർ സിനിമ. നല്ല സിനിമയായിരുന്നു. സമൂഹത്തിലെ വിവേകാനന്ദന്മാർക്കുള്ള ഒരു താക്കീതാണ്. ഓക്കെ, നല്ല നല്ല പടം, നല്ല നന്നായിരിക്കുന്നു. വേറെ ഒന്നും പറയാം, നമ്മളിവിടെ അഭിനയിച്ച പടം വേണ്ട കൂടുതൽ പറഞ്ഞാലേ അങ്ങനെയല്ല. ഞാൻ പറച്ചിൽ കാരണം കൂടുതലാണെന്ന് പറയാം, അതുകൊണ്ട് പറച്ചിൽ കുറച്ചാ പണിയെടുക്കാൻ തീരുമാനിച്ചു. ഷൈൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. പിന്നെന്താ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കോമഡി ഉണ്ട്. ഒരു ലക്ഷദ്വീപുകാരി എന്നുള്ള രീതിയിൽ വളരെ അഭിമാനിക്കുന്നു. എല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ട ഒരു എന്താ പറയുക കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുകയാണ്, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു. അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരുന്നു. നദിയത്ത് ഗ്രൂപ്പ്, കമൽ സാർ, ഷൈൻ ടോം എല്ലാവരും പേഴ്സണലി അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് മൂവി. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫെമിനിസം സ്ത്രീകൾ മാത്രം കാണുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടോപ്പിക്കാണ് ഇതിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചുകൂടെ സംസാരിക്കാമെന്ന് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രം പുരുഷന്മാർക്ക് മാത്രമെന്നല്ല. പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചർച്ച ഈ ഒരു സിനിമയിൽ ത്രൂ ഉണ്ടാവുന്നതാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് കാണുന്നു. അത് രണ്ട് ജെൻഡേഴ്സിനും ന്യൂട്രലായിട്ട്, അല്ലാതെ ഒരു സൈഡിൽ നിന്നും മാത്രമായിട്ടല്ല. ഈ ടോപ്പിക്കിനൊരു റെലവൻസ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവീൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ലൊരു മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എന്താ നമ്മുടെ സൊസൈറ്റിയിൽ വിവേകാനന്ദനെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ആ ഒരുപാട് ആൾക്കാർ കാരണം ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് അനുഭവിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനം തന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അല്ലാതെ വേറെ ഒരാളും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാവരും അവരവരെ പാട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കമൽ സാറിൻ്റെ കാര്യം പറയാനില്ലല്ലോ, അടിപൊളിയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. വിവേകാനന്ദ വൈറലാണ് സിനിമ. അതായത് ഒരു പണ്ടേ വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. അതായത് അഭിനയിച്ച കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ലേഡി ഓറിയൻറ്റഡ് ആണെന്ന് എനിക്ക് കൂടുതലായിട്ട് തോന്നി. കാരണം മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ആയിട്ട് വരും. അല്ല, മെയിൻ കഥാപാത്രമല്ല, റോള് കൂടുതലുള്ള കഥാപാത്രങ്ങൾ ലേഡീസിന് തന്നെയാണ്. അതായത് അഭിനയിച്ചിരുന്നത് സ്വാസിക, അതേപോലെ ഗ്രേസ് ആൻ്റണി, അതുപോലെ പിന്നെ മെറീന, 3 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് മുൻതൂക്കം നിൽക്കുന്ന ആക്ടിങ് ആയിരുന്നു എല്ലാവരെയും ഇതിലുണ്ടായത്. പിന്നെ അതേപോലെ തന്നെ കമൽ എന്ന സംവിധായകൻ്റെ ഇതുവരെ ഇറങ്ങിക്കുന്ന പടങ്ങളിൽ വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ സിനിമ, അതാണ് വിവേകാനന്ദ വൈറലാണ്. എന്തായാലും പടം ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. അടിപൊളി മൂവി, സൂപ്പർ സിനിമ. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. സന്തോഷം. 2023 എനിക്ക് റിലീസ് ഉണ്ടായിരുന്നില്ല. 2024 ആദ്യത്തെ റിലീസാണ്. അത് കമൽ സാറിൻ്റെ തന്നെ മൂവി ആയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ കണ്ടിട്ട് പറയൂ. നിങ്ങൾ അതെ 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 എത്തണം, നിങ്ങൾ എത്തിക്കണം. കാരണം ഇങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പറയാൻ മടിയുള്ള, ഈ വിഷയം ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമ്മളൊരു ധൈര്യം അതിനെടുത്തു. കമൽ സാർ അതിനൊരു ധൈര്യം കാണിച്ചു. നല്ലൊരു ഭാഗമാകാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. അല്ല, എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ, ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് വെയിറ്റ് ചെയ്യാം. ഒരു 2 ദിവസത്തിനുള്ളിൽ അറിയുമായിരിക്കും വിവേകാനന്ദൻ വൈറലാവുമോ ഇല്ലയോ എന്നുള്ളത്. അതുവരെ നമ്മൾ കാത്തിരിക്കാം. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്, അവർക്ക് ഇഷ്ടമാവോ ഇല്ലയോ. പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും റിവ്യൂസിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അതെ, ഇനി റിവ്യൂസ് സംസാരിക്കട്ടെ. നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. അപ്പം കുടുംബമായിട്ട് തന്നെ നിങ്ങൾ ഈ സിനിമ വന്ന് കണ്ട് ഇതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. ഏറ്റവും കൂടുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് റിവ്യൂസിനാണ്. കാരണം പടം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര മിക്സഡ് ഫീലിംഗ് ആയിരുന്നു, എന്താവും എങ്ങനെയാവും എന്നുള്ളത്. പിന്നെ ഒരു കമൽ ചിത്രമാണ്. അപ്പോൾ സാറ് ട്രെൻഡിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ സംസാരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
സിനിമ അടിപൊളി സിനിമയാണ്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ലല്ലോ സിനിമ. ചിലത് ഇപ്പോൾ കമൽ സാറിനെ പോലുള്ള ആളുകൾ ഒരു സിനിമ നമ്മളോട് പറയുമ്പോൾ അത് കൃത്യമായിട്ടും എന്തെങ്കിലും ഒരു അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു സിനിമയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളും പുതുതലമുറ എന്തായാലും ആണും പെണ്ണും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പടം കണ്ടിട്ട് പറ. ഇതാ അഞ്ജലി. ചോദിക്കാണ്ടോ? ആണോ, അങ്ങനെ തോന്നിയാ? ആ പീഡനം അല്ലേ പരിപാടി, അത് കാരണമായിരിക്കും. അതുകൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ഈ ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ ഒരു ഇമേജിൻ്റെ ഒരു ചിലപ്പോൾ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കുമല്ലോ. കാരണം ഞാൻ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ സമയത്ത് ഇവളെ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എൻ്റെ പീഡനങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പടം കണ്ട ഫുള്ളായിട്ടാ ആറാട്ടന്ന ആ ഇത് സ്ത്രീകളല്ലല്ലോ പുരുഷന്മാരല്ലേ കണ്ടത്, അവരല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലേ? പുരുഷന്മാരെല്ലാം മോശമായിട്ട് പെരുമാറണം. അത് പുരുഷനൊന്നും സ്ത്രീനൊന്നുമില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ ഒരാളോട് തുറന്നു പറയാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കപ്പെട്ട നമുക്കൊരു പക്ഷേ ഇതിന് ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അല്ലാതെ ഇത് ഓപ്പണായിട്ട് പെട്ടെന്നൊരു ദിവസം ആളുകളുടെ മുന്നിൽ വിളിച്ചു പറയുന്നതോട് കൂടിയിട്ട് അയാളുടെയും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതവും ഇതുപോലെ ഭയങ്കര സംഘർഷഭരിതമാവും. അപ്പോൾ അതിനു മുന്നേ ഇത് അറിയുന്ന സമയങ്ങളിൽ തന്നെ ഇതിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്ന ആളുകളും ഇതിനെ ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ. അപ്പം മുൻകരുതലുകൾ എടുക്കുന്ന രീതിയിൽ ഇപ്പം അഞ്ജലിയുടെ ക്യാരക്ടർ ലാസ്റ്റ് പോയി സംഭവം നടക്കുന്നതിന് മുന്നേ കേസ് കൊടുക്കുന്നത് പോലെയല്ല, ഡോക്ടറുമായിട്ട് കൗൺസിലറുമായിട്ട് നമുക്ക് കണ്ട് സംസാരിച്ച് പലതും പലരുടെയും ബാല്യകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് അവരെ കറക്റ്റായിട്ട് ലീഡ് ചെയ്യാനും കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനുവേണ്ട ഈ വിഷയം ഇതുവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. സാറിൻ്റെ രീതികളിലൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്, അതായത് ഒരു നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് പോലെ. കമൽ സാറിൻ്റെ ചിത്രങ്ങളിൽ ഓരോ കഥാപാത്രങ്ങളെയും കുടുംബ പ്രേക്ഷകരൊക്കെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതേപോലെ 20 വർഷം മുമ്പ് ഇറങ്ങിയ കഥാപാത്രങ്ങൾ വരെ ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പം നിറത്തിലെ കുഞ്ചാക്കോബനെയും അങ്ങനെ ആൾക്കാർ ഏറ്റെടുക്കുന്നത് ഈ കഥാപാത്രത്തെ ആളുകൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മുടെ ഇടയിലുള്ള ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ ആ കഥാപാത്രം ചെയ്ത ആളെ അതിന് അയാളെ ആണല്ലോ ഇപ്പോൾ അയാളുടെ സ്വഭാവ സവിശേഷതകളല്ല ഈ ക്യാരക്ടറിൻ്റെ എടുക്കേണ്ടത്. അത് പെർഫോമൻസ് എന്ന രീതിയിൽ എടുക്കാം. ഒരു സ്വഭാവം എന്ന രീതിയിൽ നമ്മളത് കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യണം. ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. ഈ സ്വഭാവത്തിന് നമ്മൾ നെഞ്ചിലേറ്റിയിട്ട് കാര്യമില്ലല്ലോ. ഈ സ്വഭാവം പോലെ ആവാതിരിക്കാനല്ലോ നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇതൊരു പെർഫോമൻസ് എന്ന രീതിയിൽ ഈ കഥാപാത്രം ചെയ്ത ആൾ അല്ലെങ്കിൽ ആ പെർഫോമർ നമുക്ക് നെഞ്ചിലേറ്റ് അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുകയോ ഒക്കെ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാൻ പറ്റും. ഈ സ്വഭാവത്തെ നമ്മൾ ഒരിക്കലും നെഞ്ചിലേറ്റി കൊണ്ടുപോകരുത് ഈ ക്യാരക്ടർ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.